അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ വിവരിച്ചിരുന്നു. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ. അത് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങൾ മുന്നിൽ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവയെ വെച്ചും നിങ്ങൾ കാണാത്ത കാര്യങ്ങളെ കുറിച്ചും. മനുഷ്യർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളുണ്ട്, കാണാൻ കഴിയാത്ത കാഴ്ചകളുണ്ട്, കാണുന്ന വസ്തുക്കളുണ്ട്, കാണാത്ത വസ്തുക്കളുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ആണയിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് തീർച്ചയായും വളരെ ആദരണീയനായ ഒരു പ്രവാചകന്റെ വചനമാണ്, അല്ലെങ്കിൽ പ്രവാചകൻ റബ്ബിങ്കിൽ നിന്ന് എത്തിയിട്ടുള്ള ആ ഒരു ദിവ്യ സന്ദേശം വഴി എത്തിയിട്ടുള്ള ആ ഒരു വചനമാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതിനൊക്കെ ശേഷം പറയുകയാണ് വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين وما منكم من أحد عنه حاجزين فإنه لتذكرة للمتقين. ഈ പ്രവാചകൻ ഏതെങ്കിലും രീതിയിലുള്ള കെട്ടിച്ചമച്ചുള്ള കഥകൾ അല്ലെങ്കിൽ എന്റെ വചനമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വന്തം നിലക്ക് ഏതെങ്കിലും വചനങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ വലതുകൈ, ഇവിടെ വലതുകൈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഉപയോഗമുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ സിദ്ധികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കഴിവുകൾ, ശേഷികൾ, ഇതെല്ലാം പിടിച്ചെടുക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി തന്നെ, അതായത് ജീവൻ തന്നെ എടുക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഒരിക്കലും പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ പറയുന്നില്ല, നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ എത്തിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വെക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന ഒരു കാര്യമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള അനിഷേധ്യമായിട്ടുള്ള ദൈവിക വചനങ്ങളാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെയാണ്. പിന്നെ അതിൽ നിന്ന് പറയുന്നു വമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസിൻ, ഇതിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങൾ ആർക്കും കഴിയില്ല, അല്ലെങ്കിൽ ആർക്കും അതിൽ നിന്ന് എന്നെ തടയാൻ കഴിയില്ല എന്നുള്ളത് കൂടെയാണ്. അപ്പൊ എല്ലാത്തിന്റെയും പരമാധികാരി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആരെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയാൾക്കെതിരായിട്ടുള്ള ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അള്ളാഹുവിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് കൂടെ ഇവിടെ വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഇത് സൂക്ഷ്മാലുക്കളായിട്ടുള്ള, ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതാണ് എന്നുള്ളത് കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നു. സൂറത്തുൽ ഹാഖയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യനിഷേധികളുടെ കാര്യം, സത്യവിശ്വാസികളുടെ കാര്യം, സ്വർഗം, നരകം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റസൂൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹു ദ മെസഞ്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ഒരിക്കലും സ്വന്തം നിലക്ക് കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ മുമ്പ് പഠിച്ചതാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ എന്നുള്ള രീതിയിൽ. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്. നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, അതുപോലെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ ഖുർആനെ നേരാവണ്ണം മനസ്സിലാക്കുവാനും നല്ല രീതിയിൽ ജീവിതത്തിൽ പകർത്തുവാനും നാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.